ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ പപ്പടം വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയും അതുപോലെ തേങ്ങാവെള്ളം കൊണ്ടുള്ള നല്ലൊരു ജ്യൂസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാവെള്ളം കേട്ടോ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 10 തേങ്ങ ഇവിടെ ചിരവിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ തേങ്ങാവെള്ളം എല്ലാം ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തേങ്ങൻ്റെ മുകളിലുള്ള ആ ചകിരിനാരൊന്നും പെടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങാവെള്ളം കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാവെള്ളം എല്ലാം ഞാനിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങാമുറി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല നല്ലൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ നമ്മൾ തേങ്ങാമുറി പുറത്ത് വെക്കുകയാണെങ്കിലും അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഉണങ്ങാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാമുറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തേങ്ങാമുറി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഉപ്പ് തിരുമ്മി വെക്കാം കേട്ടോ. ഉപ്പ് തിരുമ്മി എല്ലാ ഭാഗത്തും ഉപ്പ് തിരുമ്മി വെച്ചിട്ട് നമ്മൾ കമഴ്ത്തി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും അതേപോലെ പുറത്ത് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ തേങ്ങാമുറി എപ്പോഴും കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാമുറി നമുക്ക് കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങൻ്റെ മുകളിൽ 3 ലൈന് കാണാനായിട്ട് പറ്റും. ആ ഒരു 3 ലൈനിൽ നമ്മൾ കൊടുവാൾ വെച്ചിട്ട് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തേങ്ങ പൊട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തേങ്ങാമുറി ഉപ്പ് തേച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാമുറി എപ്പോൾ എടുക്കുന്ന സമയത്തും കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. പുറത്ത് വെക്കുന്നവരാണെങ്കിലും അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിലൊക്കെ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. തേങ്ങാവെള്ളം കൊണ്ടിട്ടുള്ള നല്ലൊരു ജ്യൂസായിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാവെള്ളം പൊട്ടിച്ചിട്ട് ഒഴിവാക്കാറാണ് പതിവ്. ചിലരൊക്കെ അത് എടുത്ത് വെക്കും നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റു ചിലർ അത് ഒഴിവാക്കും, ചിലർ കുടിക്കാനൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളം ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് എടുത്ത് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളപ്പത്തിലേക്കും അതേപോലെ ഇതേപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാവെള്ളം കൊണ്ടുള്ള നല്ലൊരു ജ്യൂസായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തേങ്ങാവെള്ളം ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് വേണം, ആവശ്യത്തിന് പഞ്ചസാരയും വേണം കേട്ടോ. അപ്പോൾ അരിച്ച് വെച്ചിട്ടുള്ള തേങ്ങാവെള്ളം ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാവെള്ളത്തിൽ തന്നെ നല്ല മധുരം കാണും. പിന്നെ നമ്മൾ വേണമെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരം ആവശ്യമില്ലാത്തവരാണെങ്കിൽ മധുരം നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ കുറച്ച് പഞ്ചസാരയും പാലും പിന്നെ 2 ഏലക്ക ചതച്ചതും തേങ്ങാവെള്ളം ഇട്ടിട്ട് നല്ലോണം നമുക്കിതൊന്ന് അടിച്ചെടുക്കുക. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുള്ളതാണ്. കുറച്ച് ഐസ് ക്യൂബും പാലും തേങ്ങാവെള്ളവും പഞ്ചസാരയും ഏലക്കയും പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സമയം അടിച്ചെടുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു നമ്മുടെ ഇളനീർ ജ്യൂസിൻ്റെ ആ ഒരു സ്മെല്ലാട്ടോ നമുക്കിത് കിട്ടാനായിട്ട് പറ്റാം. ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു തേങ്ങാവെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലേറ്റിട്ട് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇളനീർ ജ്യൂസ് കുടിച്ചതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്കും കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇളനീർ ജ്യൂസാണെന്നേ പറയുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. അത് കുടിച്ചവർക്ക് മാത്രമേ ഈ ഒരു ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. കുറച്ച് പാലും അതേപോലെ 2 ഏലയ്ക്കും ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആരും തേങ്ങാവെള്ളം ഒഴിവാക്കി കളയണ്ട കേട്ടോ. അതേ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് നമ്മളെല്ലാവരും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രീസർ നല്ലോണം ഐസായി നിൽക്കും. അപ്പോൾ കുറേ കഴിയുമ്പം നമ്മുടെ ഫ്രീസറിൽ നല്ലോണം ഐസ് ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് ഓവറായിട്ട് കറണ്ട് ബില്ല് വരും ചെയ്യും. അതുമാത്രമല്ല ഈ ഒരു ഐസ് കട്ട പോകാൻ കുറേ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഐസ് കട്ട പിടിച്ചിട്ട് ഇങ്ങനെ മല പോലെ കുമിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇതേപോലെ കുറച്ച് ഉപ്പെടുത്തിട്ട് ഫ്രീസറിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ ഉപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചിട്ട് കുമിഞ്ഞു കൂടാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിതറിയിട്ടാലും കുഴപ്പമില്ല, അങ്ങനെ ഇടുകയും ചെയ്യട്ടോ. അപ്പോൾ ഉപ്പ് വെച്ചുള്ളത് കാരണം നമുക്ക് ഒരിക്കലും ഫ്രീസറിൻ്റെ ഉള്ളിൽ ഐസ് മഞ്ഞ് പോലെ കുമിഞ്ഞു കൂടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു വാഷർ കുറേ കഴിയുമ്പം ലൂസായി പോവും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറ് അടയ്ക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് അടയാതെ ഇങ്ങനെ കുറച്ച് ലൂസായി നിൽക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കട്ടോ. പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ പേപ്പർ വലിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടഞ്ഞിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അതേസമയം നമ്മളിങ്ങനെ പേപ്പർ വലിക്കുമ്പം പെട്ടെന്ന് തന്നെ പേപ്പർ ഇങ്ങോട്ട് നമുക്ക് വിട്ട് കിട്ടാനായിട്ട് പോരുന്നതാണെങ്കിൽ ആ ഒരു ഡോറിൻ്റെ വാഷർ ലൂസായിട്ട് കറണ്ടൊക്കെ നമുക്ക് പുറത്തോട്ടേക്ക് പോകട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് തണുപ്പ് പിടിക്കാനും അതിൻ്റെ കോയിൽ ചൂടാവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ തന്നെ ഉണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിൻ്റെ ഈ ഒരു വാഷറൊക്കെ നല്ല രീതിയിൽ തന്നെ ചെളിയൊക്കെ പോക്കിയെടുക്കുക. അതുമാത്രമല്ല അത് ലൂസായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കും വേണേ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാട്ടോ. അപ്പോൾ എല്ലാവരും ചോറിന് പപ്പടമൊക്കെ പൊരിച്ച് കഴിക്കുന്നവരാണല്ലോ. അപ്പോൾ പപ്പടം ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് പപ്പടം ഇഷ്ടമില്ലാത്തവർക്കും നല്ല രീതിയിൽ തന്നെ പപ്പടം ഇഷ്ടപ്പെടും കേട്ടോ. അതേ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 5 പപ്പടമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 5 പപ്പടം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിതാ കുറച്ച് മൈദ പശയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പപ്പടത്തിൻ്റെ ചുറ്റിലും ഇതേപോലെ ആദ്യം പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പപ്പടം ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 5 പപ്പടം ഇതേപോലെ ഞാൻ പശ തേച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പപ്പടെല്ലാം ഇതേപോലെ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു പാനിൽ ഇട്ടിട്ട് ഞാൻ ഈ പപ്പടം എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ പപ്പടം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പപ്പടത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വറുത്ത കറിവേപ്പിലയും അതേപോലെ ഈ മുരുമുര എന്നുള്ള ഈ ഒരു പപ്പടും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു പപ്പടം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ചോറിൻ്റെ കൂടെയും അതേപോലെ നമ്മൾ ദോശൻ്റെ കൂടെയൊക്കെ ഇതേ രീതിയിൽ നമ്മൾ പപ്പടം വറുത്തത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ പപ്പടം വറുത്തിട്ടല്ലേ കഴിക്കുക. ഒരു സമയത്തെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ പപ്പടം ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ ഈ ഒരു പപ്പട റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പപ്പടം കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല എരിവും ഉണ്ടാവും. അതേപോലെ പപ്പടത്തിൻ്റെ ആ ഒരു ഉപ്പും മെഴുക്കും എരിവും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു പപ്പട റെസിപ്പിയാട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഈ റെസിപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.